सद्गुरुनाथ महाराज की जय। माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, यादव कृष्णा यदुनंदन कृष्णा, यादव कृष्णा नंदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा। जय राधे जय राधे जय राधे राधे राधे, जय राधे जय राधे जय राधे राधे राधे, जय राधे 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 राधे, जय राधे 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 राधे। हे माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, मनमोहन कृष्णा मनमोहन, राधा मनमोहन कृष्ण, राधा मनमोहन कृष्ण। सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। जय बोल सद्गुरु महाराज की जय। ഭാഗവതം 9ാമത്തെ സ്കന്ധത്തിൽ സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളാണ് ഇവിടെ വർണ്ണിക്കുന്നു. ഇവിടെ ശുകാചാര്യൻ തന്നെ പറയുന്നു, നശക്യത്തെ വിസ്തരതഃ വക്തും വർഷശതൈരപി. 100 കൊല്ലം പറഞ്ഞാലും ഇവരുടെ കഥകളൊക്കെ പറഞ്ഞ് സമർപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ കഥ മാത്രം ഇവിടെ ഒന്ന് എടുത്ത് പറയുന്നു. ചില രാജാക്കളുടെ പേര് മാത്രം പറഞ്ഞ് പോയിട്ടുള്ളൂ. ഇതിൽ പ്രധാനമായി മഹാഭാഗവതനായ അംബരീഷൻ്റെ കഥയാണ് ഇവിടെ പറയുന്നു. ഇന്ന് ഏകാദശി ആയതുകൊണ്ട് കൂടുതൽ വിശേഷമാണ്. ഇന്നത്തെ ഏകാദശി പേര് തന്നെയാണ് സഫല ഏകാദശി. സഫല പറഞ്ഞാൽ നിൻ്റെ കാര്യം സഫലമായോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. സഫലം പറഞ്ഞാൽ വിജയിച്ചുവോ എന്ന് അർത്ഥം. അപ്പോൾ ഇന്ന് ഏകാദശി നോക്കുന്നവർക്ക് എല്ലാം സഫലമാവും. പിന്നെ ഇന്ന് ഭഗവാനുക്ക് പഴം സമർപ്പിക്കേണ്ടതാണ്. പഴങ്ങൾ, കദളിപ്പഴം, ബാക്കി എന്തൊക്കെ ക്രമുകം പാക്കുണ്ടല്ലോ, അതും ഒരു പഴം തന്നെയാണ്. ഇങ്ങനെ എല്ലാ പഴങ്ങളും ഭഗവാനുക്ക് നേദിക്കുന്ന ഒരു വ്രതമാണ്. പക്ഷേ ഭഗവാനുക്ക് നേദിക്കാം, നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മൾ നാളെ കഴിക്കാവൂ. എന്തായാലും ഏകാദശി വ്രതത്തിൽ പ്രധാനം ഭഗവാന്റെ ചിന്തനമാണ്. ചമ്പാവതി എന്ന നഗരത്തിൽ മാഹിഷ്മതൻ എന്ന പേരുള്ള രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് 5 കുട്ടികൾ ഉണ്ടായി. അതിൽ ജ്യേഷ്ഠപുത്രൻ മഹാദുഷ്ടനായി പാപങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. ലിംപകൻ എന്ന അവൻ്റെ പേര്. രാജാവിന് ചെയ്തു, കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കാട്ടിൽ ചെന്നിട്ടും ഇയാൾ ചെയ്യുന്നു, രാത്രി നാട്ടിൽ വന്ന് ചൗര്യമൊക്കെ ചെയ്ത് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നു. കാരണം രാജാവുടെ ആൾക്കാർക്കറിയാം ഇയാൾ രാജാവിൻ്റെ മകനാണെന്ന്. അടുത്ത ആൾ ഇയാൾ വന്നാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും വിചാരിച്ച് അവർ വിട്ടു. ഒരു ദിവസം ഇതുപോലെ നല്ല മഞ്ഞ് കാലം. ഇപ്പോൾ തന്നെ മഞ്ഞാണ്, പക്ഷേ പണ്ട് കാലത്ത് കൂടുതൽ കാടല്ലേ. അവിടെ ഭക്ഷണമൊന്നും കിട്ടാതെ അയാൾ ഉപവാസം ഇരുന്നു പോയി അറിയാതെ. പിന്നെ അടുത്ത ദിവസം കുറച്ച് പഴം കിട്ടി. ആ പഴം അവിടെ ഉള്ള ആൾത്തറയിൽ സമർപ്പിച്ചു. ഇവിടെ ഭഗവാനൊക്കെ ഇരുന്നോട്ടേന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. ആൾത്തറയിൽ ഭഗവാൻ ഉള്ളത് കൊണ്ട് അത് സ്വീകരിച്ചു. പിന്നെ അറിയാത്ത അന്ന് രാത്രി തണുപ്പായതുകൊണ്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുമില്ല. അപ്പോൾ ഏകാദശി ഉപവാസം അറിയാതെ ചെയ്തു പോയി. അപ്പോൾ ഭഗവാൻ ദർശനം കൊടുത്തു. നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാവട്ടെ, അച്ഛൻ്റെ അടുത്ത് ചെന്നോളൂ, വീണ്ടും നിനക്ക് രാജ്യമൊക്കെ കിട്ടും പറഞ്ഞ് അനുഗ്രഹിച്ചു. അറിയാതെ ഭഗവാനുക്കായി ഒരു പഴം സമർപ്പിച്ചത് കൊണ്ട് അറിയാതെ പട്ടിണി കടന്നു. പിന്നെ ഊണും ഉറക്കം ഇല്ലാതായി, തണുപ്പ് കൊണ്ട് ഉറക്കവും ഇല്ലാതായി. അങ്ങനെ അറിയാതെ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ട് അയാൾക്ക് നല്ല ഗതി കിട്ടി എന്നാണ് ഇവിടെ പറയുന്നു. അതുപോലെ ഇവിടെ അംബരീഷൻ എന്ന പേരുള്ള രാജാവുക്കും ഭഗവാൻ അനുഗ്രഹിച്ചു.
എന്താണ് അനുഗ്രഹിച്ചു? സുദർശന ചക്രം കൊടുത്ത് അനുഗ്രഹിച്ചു. ചക്രം വേറെ ആൾക്ക് കൊടുക്കാറില്ല ഭഗവാൻ, അംബരീഷനുക്ക് മാത്രം കൊടുത്തു. എന്താ കാരണം? നമ്മളൊക്കെ ആപത്ത് വന്ന ശേഷം ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കും. ഇവിടെ എന്താ പറയുന്നു? ആപത്ത് വരും മുമ്പ് തന്നെ ഭഗവാൻ രക്ഷിച്ചേക്കും. ദുർവാസൻ പിന്നെയാണ് വരാൻ പോകുന്നു, അതിനു മുമ്പ് തന്നെ ഭഗവാൻ ചക്രം കൊടുത്തുപോയി. ചക്രത്തിന് പൂജിച്ചിരുന്നു. ഇതേപോലെ വൃശ്ചികമാസം ശുക്ലപക്ഷ ദ്വാദശി, അതാണ് ബൃന്ദാവന ദ്വാദശി മഹാത്മാക്കൾ പറയുന്നു. അന്ന് ബൃന്ദാവനം ചെന്ന് ഭഗവാനെ ഭജിച്ചു. പിന്നെ ഭക്തന്മാർക്ക് ദ്വാദശി ദിവസം ഭക്തന്മാർക്ക് ഭക്ഷണം കൊടുത്ത് അംബരീഷൻ പാരണ വീടാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് തസ്സതരിഹതിഥി സാക്ഷാത് ദുർവാസ ഭഗവാൻ അഭൂത്. തസ്യ തർഹ്യതിഥി സാക്ഷാത്, ദുർവാസ മഹർഷി അവിടെ വന്നു. അവിടെയാണ് അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ ദുർവാസ ഭഗവാൻ ദുർവാസൻ വന്നു. ഇപ്പോൾ ദുർവാസ മഹർഷിയെ ഭഗവാൻ പറയാൻ എന്താ കാരണം? ഭഗവാന്റെ കാര്യമാണ് ചെയ്യാൻ പോകുന്നു. ഭഗവാൻ എന്തു ചെയ്യും? തൻ്റെ മഹിമ കുറച്ച് ഭക്തൻ്റെ പെരുമ കാണിക്കുന്ന ആളാണ്. ഇപ്പോൾ ഭഗവാനക്ക് ദാനം വാങ്ങേണ്ട ആവശ്യമില്ല വാമനനക്ക്. പക്ഷേ ദാനം വാങ്ങാൻ വേണ്ടി സ്വയം താഴ്ന്നു വന്നു. ബലിചക്രവർത്തി പോലെ ദാനം കൊടുക്കുന്ന വേറെ ആളില്ല എന്ന് ബലിചക്രവർത്തിൻ്റെ പെരുമ കാണിക്കാൻ വേണ്ടി തൻ്റെ പെരുമ കുറച്ചില്ലേ? അതാണ് ബലിചക്രവർത്തിയെ കുടയാളിയായിട്ട് വർണ്ണിക്കുന്നു. തമിഴിൽ കുടയാളി പറഞ്ഞാൽ എന്താർത്ഥം? ദാനം കൊടുക്കുന്ന ആളാണെന്ന് അർത്ഥം. പക്ഷേ കേരളത്തിൽ തെറ്റിദ്ധരിച്ചു വിചാരിക്കണം. കൊടയാളി പറഞ്ഞാൽ കുട വെച്ചിരുന്ന ആൾ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവിടെ കുട പറഞ്ഞത് ബലിചക്രവർത്തിയുടെ കയ്യിലിരിക്കുന്ന കുട പറയുന്നത് എന്താണ്? ധർമ്മമാകുന്ന കുട. ധർമ്മമാകുന്ന കുട ആരുടെ കയ്യിലാണോ അവൻ്റെ മുമ്പിൽ ഭഗവാൻ പോലും ചെറുതായി പോകും. അങ്ങനെ ധർമ്മത്തിൻ്റെ പെരുമ, ബലിചക്രത്തിൻ്റെ പെരുമ കാണിക്കാൻ വേണ്ടി ഭഗവാൻ തൻ്റെ രൂപം കുറച്ച് വന്നില്ലേ? തൻ്റെ പെരുമ കുറച്ചില്ലേ? അതേപോലെയാണ് ഇവിടെ ദുർവാസാവ് തനിക്ക് ഒരു ചീത്തപ്പേര് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് അംബരീഷനോട് അവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഞാൻ കുളിച്ച് വരാൻ പറഞ്ഞ് അദ്ദേഹം ധ്യാനത്തിന് പോയി. നിയമവച്ച് ബൃഹധ്യായൻ, വലിയ ധ്യാനത്തിന് പോയി. വലിയ ധ്യാനം എന്താണ്? ഭഗവാനെ ധ്യാനിച്ചാൽ ചെറിയ ധ്യാനമാണ്. ഗുരുവായൂരപ്പനെ ധ്യാനിച്ചാൽ ചെറിയ ധ്യാനം. ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ ധ്യാനിച്ചാൽ അത് വലിയ ധ്യാനം. പൂന്താനം, കുറൂരമ്മ, ഭട്ടത്തിരി അവരൊക്കെ ധ്യാനിച്ചാൽ വലിയ ധ്യാനമാണ്. ഇവിടെ ദുർവാസൻ അംബരീഷനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. കൃത്യസമയത്തിൽ പാരണ വീടണം. അപ്പോൾ ദുർവാസൻ വന്നില്ലേ? അപ്പോൾ എന്ത് ചെയ്തു? തീർത്ഥം, തുളസി തീർത്ഥം മാത്രം സേവിച്ചു. അത് മനസ്സിലാക്കി ദുർവാസൻ തൻ്റെ ജടയിൽ നിന്ന് ഒരു ജട പറിച്ച് പറഞ്ഞു വിട്ടു. അതിൽ നിന്നും ഒരു ഭൂതം പുറപ്പെട്ടു വന്നു. അംബരീഷൻ അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷേ സുദർശനം സ്വയം പുറപ്പെട്ടു. ഇതാണ് സുദർശനത്തിൻ്റെ മഹിമ. സുദർശനം മന്ത്രം ജപിച്ചാൽ മതി, സുദർശനം യന്ത്രം വച്ചാൽ മതി. പക്ഷേ ഇവിടെ സുദർശനം ഒറിജിനലാണ്. ഒറിജിനൽ സുദർശനം പുറപ്പെട്ടു, ഭൂതത്തെ ഭസ്മമാക്കി. പിന്നെ ദുർവാസൻ ഓടാൻ തുടങ്ങിയപ്പോൾ ദുർവാസൻ്റെ പിറകിൽ ചക്രം ഓടി വരുന്നു. ദുർവാസ എല്ലാ ലോകത്തിലും ചെന്നു. പിന്നെ ബ്രഹ്മാവോട് പ്രാർത്ഥിച്ചു. ബ്രഹ്മാ പറഞ്ഞു എന്നെ കൊണ്ട് രക്ഷിക്കാൻ വയ്യ. രുദ്രനോട് പറഞ്ഞപ്പോൾ രുദ്രനും പറഞ്ഞു എന്നെ കൊണ്ട് രക്ഷിക്കാൻ വയ്യ. അവസാനം വൈകുണ്ഠത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ഭഗവാനെ രക്ഷിക്കണേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നെ കൊണ്ടും രക്ഷിക്കാൻ വയ്യ. എന്താ കാരണം? ഈ ചക്രം അംബരീഷൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു. നീ ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല, അംബരീഷൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഞാൻ ഭക്തൻ്റെ ദാസനാണ്. അഹമൃഷേ നണു ഭക്തദാസഹ. അപ്പോൾ ദുർവാസാവ് ചോദിച്ചു, ഞാൻ ഇത്ര തപസ് ചെയ്തു, എത്ര പഠിച്ച ആളാണ്, എൻ്റെ വിദ്യയ്ക്കും എൻ്റെ തപസ്സിന് ഒരു മര്യാദ വേണ്ടേ? ഭഗവാൻ പറഞ്ഞു, ജ്ഞാനം തപശ്ച വിനയാൻവിതമേവ മാന്യം. ജ്ഞാനമായിക്കോട്ടെ തപസ്സായിക്കോട്ടെ, വിനയത്തോടും ഉണ്ടെങ്കിൽ അതിൻ്റെ ശോഭ. അംബരീഷൻ കാല് തന്നെ പിടിച്ചോളൂ പറഞ്ഞപ്പോൾ ദുർവാസ വീണ്ടും അംബരീഷൻ കാല് പിടിച്ചപ്പോൾ അംബരീഷൻ തിരിച്ച് അങ്ങോട്ട് നമസ്കരിച്ചു. സുദർശന ഭഗവാനെ പ്രാർത്ഥിച്ചു. പിന്നെ സുദർശന ഭഗവാൻ സാളഗ്രാമമായി മാറി. അതിനുശേഷം അംബരീഷൻ ദുർവാസാവിന് ഭക്ഷണമൊക്കെ കൊടുത്തു, നമസ്കരിക്കുന്നു. അപ്പോഴാണ് ദുർവാസാവ് അത്ഭുതപ്പെട്ടു. അഹോ അനന്തദാസാനാം, ഭക്തന്മാരുടെ പെരുമ ഇപ്പോഴാണ് ഞാൻ കാണുന്നു. കാരണം തന്നെ ദ്രോഹിച്ച ആൾക്ക് പോലും നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നവരാണ് ഭക്തന്മാർ. നമ്മളൊക്കെ ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചാൽ ഉടനെ തന്നെ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്താൻ തുടങ്ങും. അവർ തന്നെ ദ്രോഹിച്ചവർക്കും നല്ല ബുദ്ധി വരട്ടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് ഭക്തന്മാർ. ഭക്തന്മാർക്ക് അപരാധം ചെയ്തവർ എവിടെ ചെന്നാലും അവർക്ക് രക്ഷ കിട്ടില്ലേ എന്നുകൂടി ഇവിടെ കാണിച്ചു തരുന്നു. അങ്ങനെ അംബരീഷൻ്റെ ചരിത്രം
ഈ ഏകാദശി ദിവസത്തിൽ കേൾക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ്.